നമസ്കാരം. ADGP MLA പോര് കടുക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കും സർക്കാരിനും കൂടുതൽ പ്രതിരോധത്തിലാകിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആരോപണം ഉന്നയിച്ചയാളും ആരോപണ വിധേയനായിരിക്കുന്നതുമൊക്കെ പാർട്ടിയുടെ പ്രധാനികളിൽ പാർട്ടിക്ക് ഏറെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് തന്നെ ആരെ കൈവിടും എന്നാലോചിച്ച് തല പുകയ്ക്കുകയാണ് പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും മുഖ്യമന്ത്രി പിണറായി വിജയനും. ഒരു ത്രാസിലെ രണ്ട് വസ്തുക്കൾ സമമാക്കി വയ്ക്കും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഇരുകൂട്ടരെയും കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അത് പാർട്ടിയെയും അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിനെയും പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഒരാളെ കൈവിട്ടു കഴിഞ്ഞാൽ അയാൾക്ക് അറിയാവുന്ന പുറത്തു വരാത്ത മറ്റ് പല ഞെട്ടിക്കുന്ന കാര്യങ്ങളും ഇനി പുറത്തു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇതുപോലുള്ള വലിയ പ്രശ്നങ്ങൾ മുന്നിലുണ്ട് എന്ന് ആലോചിച്ച് തല പുകയ്ക്കുന്ന സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് PV അൻവർ MLA. എന്ന് വെച്ചാൽ തനിക്കും കുടുംബത്തിനും താൻ ഉണ്ടാക്കിയിട്ടുള്ള ആരോപണത്തിന്റെ ഭാഗമായിട്ട് വധഭീഷണി ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തനിക്ക് പോലീസ് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് PV അൻവർ MLA. കഴിഞ്ഞ ദിവസം ഇതേ വിവാദത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് സ്വന്തമായി തോക്കിന് ലൈസൻസ് ലഭ്യമാക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും വിവാദങ്ങൾ ഉണ്ടാക്കിയതും പോരാഞ്ഞിട്ട് സുരക്ഷ കൂടുതൽ വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന PV അൻവർ പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് പാർട്ടി നേതാക്കളും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും നിലപാട് മയപ്പെടുത്താതെ അജിത് കുമാറിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയ പോലുള്ള ബാഹ്യ ശക്തികളുണ്ട് എന്ന് അജിത് കുമാർ മറുവാദമായി രംഗത്ത് വരുന്നുമുണ്ട്. ഇതൊക്കെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്ന് ജനവും വാദിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആഞ്ഞടിക്കുന്ന അൻവർ DGPക്ക് നൽകിയ പുതിയ പരാതികളിലും ശശിക്കെതിരെ പരാമർശമൊന്നും നടത്തിയിട്ടില്ല എന്ന് കൂടെ ഈ ഒരു റിപ്പോർട്ടിനൊപ്പം പുറത്തു വരുന്നുണ്ട്. ശശിക്കെതിരെയും പരാതി നൽകുമെന്ന് അൻവർ പറഞ്ഞിരുന്നെങ്കിൽ പോലും ശശിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ഇപ്പോൾ അൻവറിന് പറ്റില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. വൻ ശക്തികൾക്കെതിരെയാണ് പോരിനിറങ്ങിയിരിക്കുന്നത് എന്നത് അറിയാമെന്നും താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മുൻപ് തന്നെ അൻവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ കുടുംബത്തിനും പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ഊമക്കത്ത് വഴിയാണ് കുടുംബത്തെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണി ലഭിച്ചിരിക്കുന്നത് എന്നും അൻവർ പറയുന്നു. കത്ത് അൻവർ പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസിന് അൻവർ മുൻപ് അപേക്ഷ നൽകി. ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാനത്തുള്ള അൻവർ ADGPക്കെതിരായ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ തനിക്ക് സുരക്ഷ ഒരുക്കണമെന്ന് കൂടെ ഇപ്പോൾ സർക്കാരിനോട് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് തല പുകയ്ക്കേണ്ടി വരുന്നത് ഇവിടെ CPMന് തന്നെയാണ്.